സംരക്ഷണ നടപടികളില്ലാത്തതിനാൽ ശ്രീപാദം സ്റ്റേഡിയം പ്രവർത്തനം അവതാളത്തിലായിട്ട് കാലങ്ങൾ പിന്നിടുന്നു. താലൂക്കിലെ ഏറ്റവും വലുതും ആധുനികവുമായ സ്റ്റേഡിയമാണ് ആറ്റിങ്ങലിലെ ശ്രീപാദം സ്റ്റേഡിയം. നിലവിൽ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ നിയന്ത്രണത്തിലാണ് സ്റ്റേഡിയവും അനുബന്ധ സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നത്. എന്നാൽ സംരക്ഷണ നടപടികളില്ലാതെ എല്ലാ നിലയിലും ശ്രീപാദം സ്റ്റേഡിയം നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കായിക പ്രേമികൾ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. സ്റ്റേഡിയത്തിനോട് അടുത്തുള്ള വാട്ടർ അതോറിറ്റിയുടെ പരിസരത്ത് നിന്നും മാലിന്യങ്ങൾ ഒന്നാകെ ഈ സ്റ്റേഡിയത്തിൽ ഒഴുകിയെത്തുന്ന അവസ്ഥയിലാണ്. മെയിൻ്റനൻസ് നടത്താത്തത് കൊണ്ട് തന്നെ സ്റ്റേഡിയത്തിലെ ഫുട്ബോൾ ടർഫും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേഡിയത്തിലെ പിറ്റ് സംരക്ഷിക്കാനും നടപടിയൊന്നും കൈക്കൊണ്ടിട്ടില്ല. സ്റ്റേഡിയത്തിലെ ഫുട്ബോൾ പോസ്റ്റുകളും നെറ്റുകളും ഇവിടെ ഇപ്പോൾ കാണാനില്ലാത്ത സാഹചര്യത്തിലാണ്. സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട കായിക മേഖലയിലെ കുട്ടികൾക്കുള്ള ഹോസ്റ്റൽ അറ്റകുറ്റപ്പണി നടത്താതെ നാശത്തിലേക്ക് നീങ്ങിയിട്ട നാളുകൾ പിന്നിടുന്നു. ഹോസ്റ്റലിൽ കുടിവെള്ള ദൗർലഭ്യം നേരിടുന്നുണ്ട്. ശുദ്ധജലം ലഭിക്കുന്ന ഇവിടുത്തെ കിണർ പ്യൂരിഫിക്കേഷൻ ചെയ്യാതെ ഉപയോഗിക്കാനാവാത്ത അവസ്ഥയിലാണ്. സ്പോർട്സ് ഹോസ്റ്റലിലെ കുട്ടികൾക്ക് മെനു അനുസരിച്ചുള്ള ഭക്ഷണം നിന്നിട്ട് മാസങ്ങൾ പിന്നിട്ടു എന്നും ആക്ഷേപം നിലനിൽക്കുന്നു. അന്തർദേശീയ നിലവാരത്തിലുള്ള ഈ ഫുട്ബോൾ സ്റ്റേഡിയത്തിലെ ഫ്ലഡ് ലൈറ്റുകൾ ഉൾപ്പെടെ ഒന്നിനു പിറകെ ഒന്നായി നശിക്കുകയാണ്. സ്റ്റേഡിയത്തിന്റെ ഭാഗമായ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വലിയ ചോർച്ചയും ഉണ്ട്. ജിംനേഷ്യത്തിലെ AC പ്രവർത്തിക്കാത്തത് കാരണം അടച്ചുകെട്ടിയ മുറിക്കുള്ളിൽ കായിക പരിശീലനം നടത്താൻ സാധിക്കാത്ത സ്ഥിതിയിലാണ്. സ്റ്റേഡിയത്തിലെ കോച്ചുകൾക്ക് 4 മാസത്തെ ശമ്പളവും കുടിശ്ശികയായി നൽകാനുണ്ട്. സെക്യൂരിറ്റി ജീവനക്കാർക്കും സ്വീപ്പേഴ്സിനും മെസ് ജീവനക്കാർക്കുമെല്ലാം വലിയ ശമ്പള കുടിശ്ശിക ഉണ്ടായതായും പറയുന്നു. സർക്കാർ സ്റ്റേഡിയത്തിനും ഹോസ്റ്റലിനും മെയിൻ്റനൻസ് ഗ്രാന്റ് അനുവദിക്കാത്തതാണ് നിലവിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് ഉയരുന്ന ആക്ഷേപം. വിസ്മയ ന്യൂസ്, ആറ്റിങ്ങൽ.